എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിങ്ങളെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, അതേപോലെ യൂട്യൂബ് കാണുന്നുണ്ടായിരിക്കാം, റീൽസൊക്കെ സ്ഥിരം കണ്ടിട്ട് കുറേ സമയം കളയുന്ന ആളുകളുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ ഒരിക്കലും ഒരു ദോഷം എന്ന് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, പോസിറ്റീവായിട്ട് ഒരുപാട് സൈഡ് ഉണ്ട്. എന്നാൽ അമിതമായിട്ടുള്ള ഉപയോഗമാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ നമ്മൾ നോർമൽ ലെവലിൽ ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നേരെ മറിച്ച് ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കുന്ന സമയത്ത് പലപ്പോഴും പല പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണിത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോപ്പമിൻ്റെ ഒരു അഡിക്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് നമുക്കൊരു ഹാപ്പിനെസ് തരും. ഈ ഹാപ്പിനെസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടും. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണ്. അതായത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം കിട്ടും. എന്നാൽ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷമല്ല. കുറച്ച് നേരത്തേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം കിട്ടും. വീണ്ടും സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വീണ്ടും എടുക്കണം. അവിടെയാണ് അഡിക്ഷൻ്റെ ഭാഗം വരുന്നത്. ചിലപ്പോൾ ഒരു മൂഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് റീൽസ് കാണുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എൻഗേജ്ഡ് ആകുന്നു. അല്ലെങ്കിൽ കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഡോപ്പമിൻ കൂടുന്നുണ്ട്. ആ സമയത്ത് ഒരു റിലാക്സേഷൻ കിട്ടും, സന്തോഷമൊക്കെ കുറച്ച് കൂടും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അത് മാറ്റി വെച്ചാൽ ആ സന്തോഷം കുറയുന്നു എന്നുള്ളതാണ്. അതായത് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരിക്കും. എന്നാൽ ഫോൺ ഇല്ലാത്ത ലെവലിലേക്ക് ആ ഒരു എനർജി കുറയും. അതുമാത്രമല്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ സന്തോഷം, അത് മാറ്റി വെച്ച് സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഡോപ്പമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഓവർ യൂസേജ്. അമിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഓവർ തിങ്കിങ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. നേരെ മറിച്ച് മറ്റു പല കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പം അതിനെ പറ്റിയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ അറിയാതെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അത് ഒരിക്കലും ഒരു പോസിറ്റീവ് ലെവലിലേക്കല്ല വരിക. മറ്റുള്ളവർ എന്ത് പോസ്റ്റ് ഇട്ടോ, അതേപോലെ നമുക്ക് ലൈക്ക് മറ്റുള്ളവർ തരുന്നുണ്ടോ, നമ്മുടെ പോസ്റ്റുകൾ അവർ കാണുന്നുണ്ടോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്കാണ് വളരെ സ്കാറ്റേഡ് ആയിട്ടാണ് ചിന്തകൾ പോകുന്നത്. അല്ലാതെ ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നല്ല നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കയറുന്നുണ്ടായിരിക്കും. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതല്ല. അവയർനെസ് നല്ലതാണ്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് അറിയുന്നത് നല്ലതാണ്. എന്നാൽ അതിലേക്ക് ഒരുപാട് ചിന്തകൾ പോകുന്ന സമയത്ത് അത് പലപ്പോഴും സ്കേറ്റേഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. ഓവർ തിങ്കിങ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും. മൂന്നാമത്തെ കാര്യം, ഇത് കുറേ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ കുറയും, ഡിപ്രഷൻ പോലുള്ള ലെവലിലേക്ക് പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. അഡിക്ഷൻ വരുന്ന സമയത്ത് അത് ഉണ്ടെങ്കിലാണ് ഒരാൾ ഹാപ്പി ആവുള്ളൂ. ഉദാഹരണം പറഞ്ഞ, ഒരാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾ അവിടെ ഡ്രഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതേപോലെ തന്നെ ഒരു നോൺ സബ്സ്റ്റൻസ് അഡിക്ഷൻ ആണ് സോഷ്യൽ മീഡിയ. ഓവറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, ഞാനത് വീണ്ടും എടുത്ത് പറയുകയാണ്, ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉപയോഗം അമിതമായിട്ട് വരുന്ന സമയത്താണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയും, അയാളുടെ ഒരു ഹാപ്പിനെസ് അവിടെ കുറയും.
അത് ഉണ്ടെങ്കിലാണ് ഒരു ദിവസം മുന്നോട്ട് പോകുള്ളൂ എന്ന ലെവലിലേക്ക് പോകും. പല ആളുകളെ സംബന്ധിച്ച് അഡിക്ഷൻ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് ഇല്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഫോൺ ഒരു ദിവസം ഇല്ലാതെ മാറ്റി വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അത്രമാത്രം ഒരു മാനസികമായിട്ടുള്ള അഡിക്ഷനിലേക്ക് പോകും. അങ്ങനെ വരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ പലപ്പോഴും ഡിപ്രഷൻ പോലുള്ള പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ ഉപയോഗിക്കുകയാണ്, നമ്മുടെ ഒരു ഡെവലപ്മെന്റിനോ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ അഡിക്ഷൻ ലെവലിൽ ഒരുപാട് സമയം അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാവുക, സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ ഉപയോഗിക്കുക, കുറച്ച് സമയം മാറ്റി വെച്ച് ഉപയോഗിക്കുക, അല്ലാണ്ട് ഓവറായിട്ട് പോകുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി എടുക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് എടുത്ത് നോക്കും. എന്നാൽ ഫോൺ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് നോക്കാൻ യാതൊരു വഴിയില്ല. അപ്പോൾ ചെറിയ യാത്രകളുണ്ടെങ്കിൽ, സപ്പോസ് 1 മണിക്കൂറിൽ തിരിച്ച് പോയിട്ട് വരുന്നൊരു സാഹചര്യമാണെങ്കിൽ ഫോൺ കയ്യിൽ വെക്കാതെ ഒന്ന് പോയി നോക്കുക. അപ്പം അത്രയും സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ ഇല്ലെങ്കിൽ നാച്ചുറലി നമ്മളത് എടുത്തു നോക്കാൻ ചാൻസ് ഇല്ല. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. കയ്യിലുണ്ടെങ്കിൽ നാച്ചുറലി എടുത്തു നോക്കും, സ്വാഭാവികമായിട്ട് എടുത്തു നോക്കും. അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോൺ കയ്യിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയമൊക്കെ ഫോൺ മാറ്റി വയ്ക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സമയത്ത് ഫോൺ അവിടെ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് വരിക. തിരിച്ചു വരുന്നതിൽ എന്തെങ്കിലും കോളുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാം. ഫോൺ കുറച്ച് നേരം കയ്യിലില്ല എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കയ്യിലില്ലാത്ത സിറ്റുവേഷൻസ് കുറച്ച് നേരം നമ്മൾ പർപ്പസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.